പരീക്ഷയ്ക്ക് വരുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. MCQ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് കട്ട് ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് ഓപ്പറേഷൻ? ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് ഓപ്പറേഷൻ നടത്തുന്ന ടൈമിൽ അതിന്റെ എന്താണ് ആ കട്ടിന്റെ ഭാഗം എങ്ങനെ ഇരിക്കും? അതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇത് വരാൻ വളരെ ചാൻസ് ഉള്ളതാണ്. ബിവൽ ഷേപ്പിലാണ്. ബിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഇമേജ് കാണിച്ചു തന്നിട്ടാണല്ലേ, കുറച്ച് എന്താണ് കുറച്ച് സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള രീതിയിലാണോ കട്ട് ഉണ്ടായിരിക്കുക. ഫൈൻ ആയിട്ടുള്ള, വളരെ ഫൈൻ ആയിട്ടുള്ള കട്ടായിരിക്കും. റെസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശപൂരിതമായിട്ടുള്ള അല്ലെങ്കിൽ തിളങ്ങുന്ന രീതിയിലുള്ളതായിരിക്കും. സോ കട്ട് പോലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതിന്റെ ആൻസർ നമ്മൾ തുടക്കത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് നമ്മൾ മരമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സോ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഡ്ജ് നോക്കി കഴിഞ്ഞാൽ ചെറിയ 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 ശരിക്കും കൃത്യമായിട്ട് സ്ക്വയർ ആയിരിക്കില്ല, ചെറുതായിട്ടൊന്ന് എന്താണ് ചെറിയ ചെറിയ വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻസോട് കൂടിയിട്ടുള്ളതാണ് കട്ടുകൾ ഉണ്ടായിരിക്കുക. അതിനാണ് സോ കട്ട് എന്ന് പറയുന്നത്. അതായത് വാള് വെച്ചിട്ട് നമ്മൾ ഈ മരത്തിനൊക്കെ നമ്മൾ കാർപ്പൻട്രി വർക്ക്ഷോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന വാള് വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ സെക്ഷൻ നമ്മൾ 2 പീസായിട്ട് കിട്ടുമല്ലോ. ആ പീസ് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെറിയ 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 വെർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ ഹോറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് അതിലുണ്ടായിരിക്കും. ആ രീതിയിലായിരിക്കും ഇതിന്റെ കട്ട് കിട്ടുക. അടുത്തത്, ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ വിച്ച് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ? ഓക്സി അസെറ്റിലിൻ കട്ടിങ് ഏറ്റവും സ്യൂട്ടബിൾ ഏതുതരം മെറ്റീരിയലിനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രാസിന് ആണോ? ബ്രാസിന് എന്താണെന്നുണ്ടെങ്കിൽ ബ്രാസ് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കില്ല. കട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ മാർഗങ്ങളിലൂടെ പ്ലാസ്മ കട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ചിട്ട്. ഓക്സി അസെറ്റിലിൻ കട്ടിങ് നമ്മൾ ഉപയോഗിക്കുന്നില്ല, പക്ഷെ പ്ലാസ്മ കട്ടിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അതുപോലെ അലുമിനിയം സെയിം കാര്യം തന്നെയാണ്. ഫെറസ് ആൻഡ് നോൺ ഫെറസ് രണ്ടിനും ഉപയോഗിക്കാൻ പറ്റും. അതോ ഫെറസിന് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് എന്ന് പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫെറസ് മെറ്റീരിയലുകൾക്കാണ്. നമ്മൾ നോൺ ഫെറസ് മെറ്റലുകളോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ അലോയ്സോ, നോൺ ഫെറസ് മെറ്റലിലാണ് ഈ ബ്രാസും അലുമിനിയം ഒക്കെ വരുന്നത്. ഇതിനൊന്നും നമ്മൾ കട്ട് ചെയ്യാൻ സാധാരണ വേറെ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വരുന്ന പ്ലാസ്മ കട്ടിങ് അതിന് സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പ്ലാസ്മ കട്ടിങ്, പ്ലാസ്മ ആർക്ക് കട്ടിങ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡായിട്ട് ഈ പറയുന്ന നോൺ ഫെറസ് മെറ്റലുകൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ജെറ്റ് ഓഫ് ഓക്സിജൻ ഇൻ ഗ്യാസ് കട്ടിംഗ് മേക്കിംഗ് ഗ്യാപ്സ് ഈസ് കോൾഡ്. അപ്പൊ നമ്മൾ പ്രീഹീറ്റിംഗ് ചെയ്തതിന് ശേഷം മെറ്റീരിയൽ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? കട്ടിംഗ് മാർക്കുകൾ സംഭവിക്കും. അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഗ്യാപ്പിനെ പറയുന്ന പേര് എന്താണ്? കട്ടിംഗ് ഗ്യാപ്പ്, കർട്ട്, സോ ടീത്ത് ഗ്യാപ്പ്, കർഫ്. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയാണെങ്കിലും ഉത്തരം കിട്ടും കർഫാണെന്ന്. പക്ഷെ ഇതിൽ നമുക്ക് 2 കൺഫ്യൂഷൻ ആയിട്ടുള്ള, 2 അല്ല 3 കൺഫ്യൂഷൻ ആയിട്ടുള്ള, അതായത് നമ്മൾ ഈ കർഫ് എന്ന വാക്ക് വായിച്ചിട്ടില്ലെങ്കിൽ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് കർട്ട് എന്നുള്ള ഒരു വാക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കർഫ് എന്ന് കൃത്യമായിട്ട് എഫ് തന്നെയാണെന്ന് ഓർമ്മയില്ലെങ്കിൽ കർട്ടിലേക്ക് നമുക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. കട്ടിംഗ് ഗ്യാപ്പ്, അപ്പോ എന്താണ് ഇങ്ങനെ ഒരു വാക്കുകളെ കുറിച്ചിട്ടേ അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ കട്ടിംഗ് ഗ്യാപ്പ് എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും? കട്ടിംഗ് ഗ്യാപ്പിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സോ ടീത്ത് ഗ്യാപ്പ്. അപ്പോൾ സോ ടീത്ത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സോ ടീത്തിന്റെ ഷേപ്പിലാണ്. ചിലപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് അത് വായിച്ചു എത്തിയിട്ടുണ്ടായിരിക്കില്ല. സോ ടീത്ത് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട് എന്ന് നമുക്ക് അറിയായിരുന്നു. അപ്പൊ അത് കാരണം നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ സോ ടീത്ത് എന്ന് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് കർഫ് തന്നെ ഇതിൽ ആൻസർ ആയിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ ഈസ് സഫിഷ്യന്റ് ഫോർ മെൽറ്റിംഗ് 1 kg ഓഫ് അയൺ? 1 കിലോഗ്രാം അയണിനെ പൂർണ്ണമായിട്ട് ഉരുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ലിറ്റർ എന്ത് വേണം? ഓക്സിജൻ വേണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു 6 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 മീറ്റർ ക്യൂബ് എന്തായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളത് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം. 7 മീറ്റർ ക്യൂബ് അസെറ്റിലിന്റെ റിലേഷൻ ആണ്. ഈ 7 മീറ്റർ ക്യൂബും എന്തിന്റെ റിലേഷൻ ആണ്? ഓക്സിജന്റെ റിലേഷൻ തന്നെയാണ്. അതിന്റെ സിലിണ്ടറിന്റെ കപ്പാസിറ്റി ആണ് 200 ലിറ്റർ. അത് 300 ഒരു കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ടാണ്. ഉത്തരം എന്ന് പറയുന്നത് എന്താണ്?
300 ലിറ്റർ ആണ് നമ്മളിപ്പോ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 300 ലിറ്റർ, ആ 300 എന്നുള്ളത് സ്ട്രെസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ 7 മീറ്റർ ക്യൂബിലേക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതെന്താണ്, അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. എന്താണ് ഓക്സിജൻ സിലിണ്ടറിന്റെ കപ്പാസിറ്റിയാണ് 7 മീറ്റർ ക്യൂബ്. 300 ലിറ്റർ എന്നുള്ളത് 1 കിലോഗ്രാം അയണിനെ പൂർണ്ണമായിട്ടും ഓക്സിഡൈസേഷൻ ചെയ്യാനുള്ള ഓക്സിജന്റെ അളവാണ്. അതാണ് വിച്ച് ഈസ് ദ ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീൽ ഫോർ ഗ്യാസ് കട്ടിങ്. ഗ്യാസ് കട്ടിങ് ചെയ്യുമ്പോൾ ഫ്ലെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട് റെഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ വരും, ആ ഒരു സെക്ഷൻ വരും. അവിടെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം. പ്രീ ഹീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഓക്സിജൻ ലിവർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ആ കട്ടിങ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഉണ്ട്. അത് എത്രയാണെന്നുള്ളതാണ്. അത് നമ്മളിപ്പോ പറഞ്ഞോളൂ. 650 to 750 അല്ല, 800 to 850 അല്ല, 875 മുതൽ 900. ഇത് ഒന്നില്ലെങ്കിൽ 875 തന്നു കഴിഞ്ഞാലും അതിന്റെ ഉത്തരം 875 തന്നെയാണ്. 900 തന്നു കഴിഞ്ഞാൽ 900 തന്നെയാണ്. ഇനി 875 900 ആണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ പറയുന്നത് 900 ഡിഗ്രി തന്നെയാണ്. 900 to 1050 വേറെ ഉണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷെ 875 900 രണ്ടും വരികയാണെങ്കിൽ മിക്കതും ഉത്തരം ക്യാൻസൽ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരു പക്ഷെ ക്യാൻസൽ ആക്കിയിട്ടില്ലെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്നുള്ള രീതിയിൽ 900 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് നമ്മൾ ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അടുത്താണ് ഓക്സി അസെറ്റിലിൻ കട്ടിംഗ് ടോർച്ച് ഈസ് യൂസ്ഡ് ടു കട്ട് മൈൽഡ് സ്റ്റീൽ പ്ലേറ്റ്സ് ഡാഷ്. അപ്പോ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിലോ 4 mm, എബോവ് 4 mm, എബോവ് 3 mm, ബിലോ 5 mm. അപ്പോ ഇതിൽ നമ്മൾ ഈ 3 to 4 നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ എബോവ് 3 mm പകരം എബോവ് 5 mm ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 3, 5 ഇത് രണ്ടും നമുക്ക് ചെറിയതായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സാധാരണ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന എല്ലാത്തിന്റെയും ഒരു ആൻസർ എന്ന് പറയുന്നത് എബോവ് 5 mm അല്ലെങ്കിൽ ബിലോ 5 mm അങ്ങനെയായിരിക്കും കോമൺ ആയിട്ട് വരിക. അപ്പൊ നമ്മൾ ആ കോമൺ എന്നുള്ള രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് രണ്ടും കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. എബോവ് 4 mm തന്നെയാണ്, എന്തല്ല എബോവ് 3 mm അല്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അത് പഠിച്ചിരിക്കണം. എബോവ് 4 mm ആണ്. അടുത്താണ് ടിപ്പ് ഓഫ് ദ കട്ടിംഗ് നോസിൽ ഓഫ് an oxyacetylene cutting torch should be held at a distance of dash above the surface. സർഫസിൽ നിന്ന് എത്ര ഗ്യാപ്പ് ഇട്ടിരിക്കണം? 2 to 3 mm ആണോ? 2 to 3 mm എത്ര ഗ്യാപ്പാണ് ശരിക്കും? എങ്ങനെയുള്ള അവസ്ഥയിലാണ് ആ ഗ്യാപ്പ് ഇടേണ്ടത്? അത് എന്താണ്? പ്രീ ഹീറ്റിംഗ് കോണിന്റെ അതിൽ നിന്നുള്ള ഗ്യാപ്പാണ് 2 to 3 mm എന്നുള്ള. 8 to 10 അല്ല, 10 to 15 അല്ല. ഇതിന്റെ ആൻസർ എത്രയാണ്? 5 to 6 mm ആണ്. 5 to 6 mm ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ സ്പ്ലിറ്റിംഗ് ആംഗിൾ അയൺ വിച്ച് നമ്പർ ഓഫ് orifice is used while cutting oxyacetylene cutting? അപ്പോ ഇതൊരു എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് കട്ടിംഗ് നോസിൽസ്. ചില കട്ടിംഗ് നോസിൽസ് ബിവൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള കട്ടിംഗ് നോസിലുകൾ ഉണ്ട്. എല്ലാത്തിലും ഒറിഫൈസിന് എന്താണ് സെയിം നമ്പേഴ്സ് അല്ല ഒറിഫൈസ് ഉള്ളത്. അപ്പോ സാധാരണഗതിയിൽ നമ്മൾ കട്ടിംഗ് അയൺ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വെക്കുമ്പോൾ ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എത്രയാണ്? 4 ആണ്. ഇതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് 4, 6, 2, 3 എന്ന് വരുമ്പോൾ ഇതിൽ 4 ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. Which type of cutting torch tip is suitable for grooving, flame machining in oxyacetylene cutting? ഓക്സിയാസെറ്റിലിൻ കട്ടിംഗ് നടത്തുന്ന സമയത്ത് ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കട്ടിംഗ് ടോർച്ച് എത്രയാണ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളത് കൃത്യമായിട്ട് തന്നെ നമ്മൾ നോക്കണം. അപ്പൊ ഇതില് ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് 20 ഡിഗ്രി ബിവൽഡ് 6 പ്രീ ഹീറ്റ് കോഡ്. 6 പ്രീ ഹീറ്റ് കോഡ് അതാണോ? അതുപോലെ തന്നെ 30 ഡിഗ്രി ബിവൽഡ് 2 പ്രീ ഹീറ്റ് ഒറിഫൈസ്. 45 ഡിഗ്രി ബിവൽഡ് 3 പ്രീ ഹീറ്റ് ഒറിഫൈസ്. 45 ഡിഗ്രി ബിവൽഡ് 6 പ്രീ ഹീറ്റ് ഒറിഫൈസ്. അങ്ങനെ 4 ഓപ്ഷനാണ് തന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ ആ 2 മാർക്ക് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് ഇത് രണ്ടും എന്താണ് ചെറുതായിട്ട് ബിവൽഡ് ആയിട്ടുള്ള രീതിയിലാണ്. പ്രീ ഹീറ്റ് ഒറിഫൈസുകൾ ഡിഫറെന്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരേപോലത്തെ ഇതുകൾക്ക് ഉപയോഗിക്കാറുള്ളതാണ്. ഇത് രണ്ടും അല്ല ശരിക്കും ഇത് മൂന്നും ഈ പറയുന്ന ABC എന്നുള്ള മൂന്നും
നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വർക്കുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ കട്ടിംഗ് ടൈപ്പ് ടോർച്ചുകൾ സ്യൂട്ടബിൾ ഫോർ ഗ്രൂവിങ്, ഫ്ലെയിം മെഷീനിങ്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ ടേബിൾ ഫോർ സം കോമൺ കട്ടിംഗ് ടോർച്ച് ടിപ്സ് ആൻഡ് ദെയർ യൂസസ് അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? 20 ഡിഗ്രി ബിവൽഡ്. അതായത് കട്ടിംഗ് ടോർച്ച് ശരിക്കും സ്ട്രെയിറ്റ് ആയിരിക്കില്ല, ചെറുതായിട്ട് ടിൽറ്റ് ആയിരിക്കും. എത്ര ഡിഗ്രിയാണ്? 20 ഡിഗ്രി ബിവൽഡ് ആയിരിക്കും. പിന്നെ എത്ര ഓറിഫൈസ് ഉണ്ടായിരിക്കും? യെസ്, 6 ഓറിഫൈസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇതിന്റെ ഉത്തരം അങ്ങനെയാണ് വരുന്നത്. 20 ഡിഗ്രി ബിവൽഡ്, 6 പ്രീഹീറ്റ് ഓറിഫൈസ്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് കട്ടിംഗ് ടോർച്ച് ടിപ്പ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹാൻഡ് കട്ടിംഗ് റിവറ്റ് ഹെഡ്? ഹാൻഡ് കട്ടിംഗ് റിവറ്റ് ഹെഡ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇത് എന്താണ്? ഇതിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 30 ഡിഗ്രി ബിവൽഡ് ടു പ്രീ ഹീറ്റ് ഓറിഫൈസ് അത് ഇതായിട്ട് വരുന്നുണ്ട്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്രൂവിങ് ആൻഡ് ഫ്ലൈം മെഷീനിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അടുത്തത് സോറി, 2 പ്രീ ഹീറ്റ് അല്ല, 6 പ്രീ ഹീറ്റ് ആണ് അതിന് ഉപയോഗിക്കുന്നത്. അടുത്ത എന്താണ്? 45 ഡിഗ്രി ബിവൽഡ് 6 പ്രീ ഹീറ്റ് ഓറിഫൈസ്. 6 പ്രീ ഹീറ്റ് ഓറിഫൈസ് ആണോ? ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാം. അതുപോലെ തന്നെ 20 ഡിഗ്രി ബിവൽഡ് 6 പ്രീ ഹീറ്റ് ഓറിഫൈസ് അതാണ് നമ്മൾ നേരത്തെ നമ്മുടെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഉത്തരം വന്നിട്ട് 45 ഡിഗ്രി ബിവൽഡ് 3 പ്രീ ഹീറ്റ് ഓറിഫൈസ് ആണ്. അപ്പൊ ഇത് രണ്ടും ഈ 9ഉം 10ഉം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ ഉത്തരം എ ആണ്, രണ്ടാമത്തെ ഉത്തരം ബി ആണ്. ഓക്കെ, ഇത് രണ്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതിന് കാരണം എന്ന് പറയുന്നത്, ഒന്ന് 45 ഡിഗ്രി ബിവൽഡ് 3 പ്രീ ഹീറ്റ് ഓറിഫൈസ് ആണ്. സാധാരണഗതിയിൽ ഇതിന്റെ നോക്കിയാൽ നമുക്ക് 6 പ്രീ ഹീറ്റ് ഓറിഫൈസ് ആണ്. ഇതിന്റെ എത്രയാണ്? 3 പ്രീ ഹീറ്റ് ഓറിഫൈസ് ആണ്. അപ്പോൾ ഹാൻഡ് കട്ടിംഗ് റിവറ്റ് ഹെഡ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 3 പ്രീ ഹീറ്റിംഗ് ആണ്, 3 ഹോൾസ് ആണുള്ളത്, 45 ഡിഗ്രി ബിവൽഡ് ആണ്. എന്നാൽ സ്യൂട്ടബിൾ ഫോർ ഗ്രൂവിങ് ആൻഡ് ഫ്ലെയിം മെഷീനിങ്, ഗ്രൂവിങ് ആൻഡ് ഫ്ലെയിം മെഷീനിങ് വന്നു കഴിഞ്ഞാൽ അതിൽ 6 പ്രീ ഹീറ്റ് 6 ഹോൾസ് ആണുള്ളത്, 20 ഡിഗ്രി ബിവൽഡ് ആണ്. കട്ടിംഗ് ടോർച്ച് ഓഫ് ഓക്സി അസെറ്റ്ലിംഗ് കട്ടിംഗ് ഈസ് ഹെൽഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡാഷ്. എത്രയാണ്? അതിൽ പിന്നെ നമുക്ക് യാതൊരു ഡൗട്ടും വരാൻ ചാൻസ് ഇല്ല, എല്ലാവർക്കും ആൻസർ കൃത്യമായിട്ട് കിട്ടും. എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതിലൊന്നും ആർക്കും ഒരു ഡൗട്ടും വരാൻ ചാൻസ് ഇല്ല. അടുത്താണ്, വാട്ട് ഈസ് ദ കട്ടിംഗ് ആംഗിൾ ഓഫ് നോസിൽ വിത്ത് ബോഡി? കട്ടിംഗ് ആംഗിൾ ഓഫ് നോസിൽ വിത്ത് ബോഡി, ബോഡി ആയിട്ട് കട്ടിംഗ് നോസിലിന് എത്രയാണ്? 90 ഡിഗ്രിയാണ്. 120 ഇട്ടിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. വെൽഡിംഗ് നോസിൽ വിത്ത് നെക്ക്, വെൽഡിംഗ് നോസിലിന്റെ നെക്കായിട്ടുള്ള ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഇതെന്താ പറയുന്നത്? കട്ടിംഗ് നോസിലിന്റെ ബോഡി ആയിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. 90, 120 ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കട്ടിംഗ് നോസിൽ വിത്ത് അതിന്റെ ബോഡിക്ക് ആയിട്ട് ഉള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഇത് എത്രയാണ്? വെൽഡിംഗ് നോസിലിന്റെ നെക്കായിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇത് കൂടിയിട്ടുള്ളതാണ്, സ്ട്രെയിറ്റ് അല്ല, കുറച്ച് എന്താണ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക, 120 ഡിഗ്രിയാണ്. കുറച്ച് പരന്നിട്ടുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, 120 ഡിഗ്രിയാണ്. ഇനി നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. 125 mm. 125 mm എന്ന് പറയുമ്പോൾ ഏതിലാണ് വരുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു 125 എന്ന് പറയുമ്പോൾ ഏതിലാണ് വരുന്നത്? 125 എന്ന് പറയുമ്പോൾ 100 മുതൽ 150 വരെ, 100 മുതൽ 150 വരെ. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് എത്രയാണ്? 19 മുതൽ 100 വരെയാണോ? നമുക്ക് ചെറിയ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. 19 മുതൽ 100 വരെ അല്ല, അതായത് 1.6 അല്ല, എത്രയാണ്? 2.0 ആണ്. 125 എന്ന് പറയുമ്പോൾ 100 മുതൽ 150 വരെ വരുന്നതാണ്. അപ്പോ അത് കാരണം ഇതിന്റെ ആൻസർ വന്നിട്ട് 100 മുതൽ 150 ഉള്ളിലാണ് 125 mm വരുന്നത്. അത് കാരണം ഇതിന്റെ ആൻസർ 2.0 mm ആണ്. ഇതേ കാര്യം തന്നെ ഒരു കട്ടിംഗ് നോസിലിന്റെ ഡയാമീറ്റർ എത്രയാണെന്ന് ചോദിക്കുകയാണ്. എത്രയാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്? 250 mm ആണ് അതിന്റെ തിക്നെസ് വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 250 ആവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്താന്ന് പറയാം, 2.8. ഞാൻ 2.8 മനഃപൂർവ്വം ഇടാണ്ടിരുന്നതാണ് എന്റെ ഓപ്ഷൻ ആയിട്ട്. 2.8 ആണോ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോ 2.8 അല്ല, 2.8 അല്ല, നമ്മൾ എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടത് കൺസിഡർ ചെയ്യേണ്ടത് 3.2 mm തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിച്ച് ടൈപ്പ് ഓഫ് ഓക്സിഅസെറ്റിലിൻ കട്ടിംഗ് മെഷീൻ ഈസ് സ്യൂട്ടബിൾ ടു പ്രൊഡ്യൂസ് മോർ അക്യുറേറ്റ് വർക്ക്. അപ്പോൾ നമ്മളിത് വരുന്നത് എന്താണ്, മെഷീൻസിന്റെ ഇതിലാണ്. മാനുവലി ഓപ്പറേറ്റഡ് കട്ടിംഗ് മെഷീൻസ് ഉണ്ട്, ഇലക്ട്രിക്കലി ഡ്രിവൺ കട്ടിംഗ് മെഷീൻ ഉണ്ട്, അതുപോലെ പോർട്ടബിൾ ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക് ടൈപ്പ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സ്റ്റാറ്റിക് കട്ടിംഗ് മെഷീൻ ആണ്. സ്റ്റാറ്റിക് കട്ടിംഗ് മെഷീൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ഓക്സിഅസെറ്റിലിൻ കട്ടിംഗ് മെഷീൻ ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രൊഡ്യൂസ് മോർ അക്യുറേറ്റ് വർക്ക്. അപ്പോൾ സ്റ്റാറ്റിക് ഹെൽഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള വർക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അത് കാരണം തന്നെ ഇതിന്റെ ആൻസർ സ്റ്റാറ്റിക് കട്ടിംഗ് മെഷീൻ ആണ്. Which of the following is not a cause of pressure mark on a cut face while gas cutting? അപ്പോൾ സ്പീഡ് ടു സ്ലോ ആണെങ്കിൽ പ്രഷർ മാർക്ക് വരും. കാരണം എന്താ, കൂടുതൽ ഓക്സിജൻ ആ ഭാഗത്ത് വരും, അപ്പോൾ പ്രഷർ മാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കട്ടിംഗ് ഓക്സിജൻ പ്രഷർ ഇസ് ടു ഹൈ. ഓക്സിജൻ പ്രഷർ ടു ഹൈ ആയി കഴിഞ്ഞാൽ കട്ടിംഗ് മാർക്കുകൾ വരും, പ്രഷർ മാർക്കുകൾ വരും, തീർച്ചയായിട്ടും വരും. ടിപ്പ് ഈസ് ടു ബിഗ്. ടിപ്പ് ടു ബിഗ് ആവുന്നതാണ് ഓക്സിജൻ പ്രഷർ ഹൈ ആവാനുള്ള ഒരു കാരണം. അത് കാരണം അതും എന്ത് വരും, ഈ പ്രഷർ മാർക്ക് വരാനുള്ള കാരണമായിട്ട് വരും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോസ് ഓഫ് പ്രഷർ മാർക്ക് എന്നാണ്. എന്താണ്, സ്പീഡ് ടു ഹൈ ആണെങ്കിൽ എന്ത് സംഭവിക്കില്ല, പ്രഷർ മാർക്ക് വരില്ല. കാരണം എന്താ, പ്രഷർ മാർക്ക് ഉണ്ടാവാനുള്ള ഓക്സിജൻ അതിലേക്ക് സപ്ലൈ ആവുന്നില്ല. സ്പീഡ് കൂടുതലായ കാരണം എന്താണ്, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. അത് കാരണം ചിലപ്പോൾ കട്ടിങ് തന്നെ നടന്നു വരില്ല സ്പീഡ് ടു ഹൈ ആണെങ്കിൽ. അപ്പൊ അതിന് ഉത്തരം സ്പീഡ് ഈസ് ടു ഹൈ എന്നുള്ളതാണ്. അടുത്താണ് റൗണ്ടഡ് ടോപ്പ് എഡ്ജ് ഡിഫക്ട് ഈസ് കോസ്ഡ് ബൈ. അത് എന്താണ്, ടു മച്ച് പ്രീ ഹീറ്റ് ഉണ്ട്, ഹൈ സ്പീഡ് ഉണ്ട്, ഹൈ ഓക്സിജൻ പ്രഷർ ഉണ്ട്, ടിപ്പ് ഈസ് ടു ബിഗ്. ഇതിൽ പ്രധാന കാരണം, ഈ റൗണ്ട് ടോപ്പ് എഡ്ജിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്, ടു മച്ച് പ്രീ ഹീറ്റ് കാരണം എന്ത് സംഭവിക്കുന്നു, അവിടെ ഉരുകുന്നതാണ് ഈ റൗണ്ട് ടോപ്പ് എഡ്ജ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം. അയൺ ഓക്സൈഡ് ഈസ് ഫോമിംഗ് വൈൽ ഗ്യാസ് കട്ടിംഗ് ഈസ് നോൺ ആസ് വേസ്റ്റ്, റസ്റ്റ്, സ്ലാഗ്, റൈസർ സ്ക്രൂ എന്നുള്ളത് ഫൗണ്ടറി ആയിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇനിയിപ്പോ കോമൺ ആയിട്ട് വരുമ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ റൈസർ സ്ക്രൂ എന്നുള്ള ഒരു ഭാഗം ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉത്തരം സ്ലാഗ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡ്രാഗ് ലൈൻസ് ഇൻക്ലൈൻ ബാക്ക്വേർഡ്? ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇൻക്ലൈൻ ബാക്ക്വേർഡ്. ടോപ്പ് എഡ്ജ് ഈസ് ഗുഡ്, the cut face is smooth and slack free. Quality is satisfactory for production work. അപ്പോ ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ്. ഗുഡ് കട്ടായിട്ട് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം, അതുപോലെ സ്ലൈറ്റ്ലി ടു സ്ലോ ആണോ ഇതിന് കാരണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. പക്ഷെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് ഇതിന് കാരണം, സ്ലൈറ്റ്ലി ടു ഫാസ്റ്റ് കട്ടിംഗ് സ്പീഡ് ആണ്. ഇത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് നമ്മൾ അക്സെപ്റ്റബിൾ ആക്കാറുണ്ട്. ഓക്കെ, അപ്പോ 20 ക്വസ്റ്റ്യനും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും, ഇതിലത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ വെൽ പ്രിപ്പയർ ആയിട്ട് പരീക്ഷയ്ക്ക് പോവുക. അത്യാവശ്യം നല്ല ഒഴിവുകളുണ്ട്, നല്ലൊരു ചാൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.